വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ കുറച്ച് മത്സരാർത്ഥികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടികളാണ്. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ജുമാനത്ത്. സ്ഥലം എവിടെയാ? കണ്ണൂര്. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ നിന്നല്ലേ വരുന്നത്? എന്താ സ്കൂളിന്റെ പേര്? MRP സ്കൂൾ മാട്ടൂർ. ഓക്കെ. പേര്? ഫാത്തിമ, നിഹാൽ, ഇഹ്സാൻ, സബീൽ, തുലൈബ്. തുലൈബോ, നല്ല പേര് കേട്ടോ, വെറൈറ്റി നെയിം. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. അവൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അറിയാമോ കുസൃതി ചോദ്യം എന്താണെന്നൊക്കെ? അറിയാം അല്ലേ? ഇവിടെ അങ്ങനെ രീതിയിൽ തലയാട്ടിയിട്ടുണ്ട്. അപ്പോൾ 20 സെക്കൻഡിനുള്ളിൽ പറയുന്ന ആൻസർ പറയുക. ആരാണോ കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. മനസ്സിലായോ? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലൂസ് ഒക്കെ തരും, അറിയാവുന്നതുപോലെ പറയുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു മീനിനെ പിടിച്ചു കരക്കിട്ടാൽ എന്ത് പറ്റും? ഒരു മീനിനെ പിടിച്ചു കരക്കിട്ടാൽ എന്ത് പറ്റും? ഒരു സാധനം പറ്റും. ഒരു മീനിനെ ഇപ്പോൾ നമ്മൾ പിടിച്ച് മണ്ണ് പറ്റും. ആരാ പറഞ്ഞേ? ഇവിടെ പറഞ്ഞത് മണ്ണ് പറ്റും. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ഇവിടെ ക്ലാപ്പൊന്നും ഇല്ലേ? അപ്പോൾ എല്ലാവരും ഐസ്ക്രീം കുടിക്കണതുകൊണ്ട് ഒരു കൈ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? കറക്റ്റ് ആൻസർ ആണ്. എന്തായിരുന്നു പേര്? തുലൈബ്. നല്ല അടിപൊളി പേരാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങളുടെ സ്വന്തമാണെങ്കിലും ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. എന്താണ് ആ സാധനം? എല്ലാവർക്കും ഉണ്ട് ആ ഒരു സാധനം, പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. നിങ്ങളുടെ സ്വന്തം. എനിക്കും ഉണ്ട് അത്. വാച്ച്. മോൻ്റെ വാച്ച് ആരാ ഉപയോഗിക്കുന്നേ? എല്ലാവരും ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, വേറെ. നമുക്ക് പേന അല്ല. കുപ്പായം അല്ല. പേര് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അതിനൊരു ക്ലാപ്പ് കൊടുക്കുക. ആരും പറയാത്ത ആൻസർ ആണ്. നല്ലൊരു ക്ലാപ്പ്. എന്തോടെ ഉഷാറായിട്ട് ക്ലാപ്പ് അടിയടേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എല്ലാ അച്ചാറിലും ഇടും, പക്ഷെ ആരും കഴിക്കാറില്ല. എന്താണ് ആ സാധനം? സ്പൂൺ. അറിയാമായിരുന്നല്ലേ? നേരത്തെ കേട്ടില്ല. ഇല്ല. ആലോചിച്ച് നോക്കി. അമ്മ ഉണ്ടാക്കിയിട്ട് അച്ചാറിനകത്ത് എന്തൊക്കെ ഇടുമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ സ്പൂണും ഉണ്ട്. അത് നമ്മൾ കഴിക്കാറില്ലല്ലോ. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാളോട് വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി. എന്തിന്? ഒരാളോട് വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ കിണറ്റിലോട്ട് അങ്ങ് ഇറങ്ങി. അതിനുള്ള കാരണം എന്താ? കിണറ്റിൽ ഇറങ്ങി എന്തിനാ? ചിന്തിക്കാനാണ് ഇറങ്ങിയത്. ചിന്തിക്കാനാണ് അയാൾ ഇറങ്ങിയത്. എങ്ങനെ ചിന്തിക്കാൻ? കിണറ്റിലേക്ക് ഇറങ്ങിയത് എങ്ങനെ ചിന്തിക്കാൻ? ആഴത്തിൽ ചിന്തിക്കാൻ. കറക്റ്റ് ആൻസർ ആണ്. മിടുക്കൻ. അപ്പോൾ അതിന് സ്പെഷ്യൽ ക്ലാപ്പ് കൊടുക്കൂ. അങ്ങനെ ആരും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാത്തതാണ് കുട്ടികൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരെയും ഇതുവരെയും ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല, എങ്കിലും കൊലയാളി എന്ന് പേരുദോഷം ലഭിച്ച ഒരു മരമുണ്ട്. ഏതാണ്? ഏപ്രിൽ മാസത്തിലൊക്കെ നമ്മൾ സാധാരണ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മരമാണ്. ആരും ഇതുവരെ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ എങ്കിലും ആളുടെ പേര് കൊലയാളിക്ക് തുല്യമായിട്ടുള്ള ഒരു പേരാണ് കൊടുത്തേക്കുന്നത്. ഡാഷ് മരം. എന്ത് മരമാണത്? ആൽമരമല്ല. അതെന്ത് മരം? ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കൊലയാളി എന്ന പേരുദോഷം ലഭിച്ചു. അത് ഏത് മരം? ചിന്തിക്കൂ. കണിക്കുന്ന അതിന് വേറൊരു പേര്. കൊന്നമരം. ആരാ പറഞ്ഞ? ഇവിടെ ആദ്യം എല്ലാവരും സത്യസന്ധമായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആൻസർ? 2 അല്ലേ? ഇവിടെ 2 അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആര്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊന്നും പറയരുത്. കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആര്? കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആര്? മഴയത്തും വെയിലത്തും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. കുട.
മിടുക്കൻ. കാണും പോലെ അല്ല, വേറെ പോലെയൊന്നല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാനത്ത് കാണുന്ന മറ്റൊരു മാനം എന്താണ്? വിമാനം. ഉള്ള ക്വസ്റ്റ്യൻ. വിമാനം കറക്റ്റ് ആൻസർ ആദ്യമേ കിട്ടി. 3 ക്വസ്റ്റ്യൻ ആയി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദോശ ചുടാൻ എടുക്കുന്ന ഒരു മരമുണ്ട്, ഏതാണ് ആ മരം? തവിയാണോ ദോശ ചുടാൻ എടുക്കുന്ന മരം? മരം. ദോശ ചുടാൻ എടുക്കുന്ന മരം. മാവ്. ഇവിടെ മോനാണ് ആൻസർ. മാവ്. കഴുത്തിലൊക്കെ പാമ്പിനെയൊക്കെ ചുറ്റി ഇങ്ങനെ നടക്കുകയാണ്. മാവാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. കഴിക്കാനുള്ള സാധനമാണ്. പൊടിയിട്ടാൽ വടിയാകുന്ന ഒരു സാധനമുണ്ട്, ഏതെന്നറിയാവോ? പൊടിയിട്ടാൽ അപ്പോൾ തന്നെ അത് വടിയായിട്ട് വരും. കഴിക്കുന്ന സാധനമാണ്. നമ്മൾ പൊടിയാണ് അതിനൊക്കെ ഇടുന്നത്, പക്ഷെ അത് വടിയായിട്ട് തിരിച്ചു വരും. നമ്മൾ കഴിക്കുകയും ചെയ്യും. പലതരം കറികൾ കൂട്ടി അത് കഴിക്കും രാവിലെ. ദോശ, കപ്പ, അല്ല. ചായ, പൊടിയിട്ട് വടിയായിട്ട് വരുന്ന സാധനം പറയൂ. നമ്മുടെ അമ്മമാർ രാവിലെ പൊടി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അവസാനം ആ ആൻസർ പറഞ്ഞ ആ ഒരു രീതി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കൊച്ചിനെ അറിയത്തില്ല തോന്നുന്നു എന്താണ് ആ സാധനം എന്നല്ലേ. ഇതാണ് കിട്ടിയത്. അപ്പോൾ 3 ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ലേ? 2 പേരും കൂടെ സെന്റർ വന്ന് നിൽക്കുമോ? ഒരൊറ്റ ക്വസ്റ്റിന്റെ ആൻസർ പറയും. ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുന്നവർക്ക് സമ്മാനം. 2 പേരും കൂടെ. വേറെ ആരും പറഞ്ഞു കൊടുക്കരുതേ. ഏത് ക്വസ്റ്റ്യൻ? ഞാൻ സെന്ററിൽ വരാൻ നിൽക്കേ. ക്വസ്റ്റ്യൻ എടുക്കട്ടെ ആദ്യം. അത് കൊള്ളാം, നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഇന്ന് 2 വിജയികളെ കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ. ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ ഒരു വിജയിക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റും. ഓക്കെ. ആ ക്വസ്റ്റ്യൻ, പോലീസുകാരില്ലേ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. കള്ളനെ പിടിക്കാൻ പോകുന്നത്. കള്ളനെ പിടിക്കാൻ പോകുന്നത്. പോലീസ് ഒറ്റക്കാലിൽ നിൽക്കണേ. മറ്റേ കാലം പൊന്തിക്കുമോ? നടക്കും. പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? ഓടുമ്പോഴോ? പോലീസുകാർ ഒരു സാധനം ഇടുമ്പോഴാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്. എപ്പോഴാണെന്ന് പറയുന്നത്? ഷൂ അല്ല. ഷോക്സ്. എന്താ പറഞ്ഞേ? പാന്റ് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ പാന്റ് ഇടുമ്പോഴാണ് സാധാരണ. പോലീസുകാരല്ല, ആരായാലും ഒറ്റക്കാലിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് എന്തായിരുന്നു പേര്? ജുമാന. നല്ല പേര്. ജുമാനയാണ്. ജുമാനയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റായ MK ബാബു സാറിനെ ക്ഷണിച്ചോളുന്നു. ക്ലാപ്പയുടെ അടുത്തുനിന്ന്. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവരും ആസ്വദിച്ചു എന്ന് മനസ്സിലായി. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. ഇത് അരിഞ്ഞരിഞ്ഞ് എൻ്റെ കൈ പോവേ ഉള്ളു. ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞ ചേട്ടാ. ഇപ്പൊ ആരെങ്കിലും ഇതുപോലെ പിച്ചടിച്ചുകൊണ്ട് ഇങ്ങനെ അരിയോ? ഒരു വീട്ടില് പോവാനുള്ളതല്ലേ? ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. മടുത്തരിഞ്ഞരിഞ്ഞ് ഈ ഒരു സാധനം ഗിഫ്റ്റായി വരുന്നുണ്ട്. ഏത് സാധനം? ഒരു ചോപ്പർ. അതായത് അതിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതല്ല അരി, അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ട് കൈയൊക്കെ പറഞ്ഞാൽ ഒരു വീട്ടിൽ പോകാനുള്ളതല്ലേ ഇനി. അല്ല, അപ്പൊ നമുക്ക് പിച്ചാത്തി വിരളുറയൊക്കെ വേണ്ടേ? അതുകൊണ്ടല്ലേ നമ്മൾ ഒന്നും വേണ്ട. ബാ, എന്റെ കൂടെ എണീച്ചു വാ. വാങ്ങി നോക്ക്. മറ്റു വേറെ സമ്മാനങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ VMTV ന്യൂസ്. ഈ പൊങ്കാല ഇടാൻ വരുന്നില്ലേ? നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. അതെ അതെ, ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരുന്നവർക്ക് ചിലപ്പോ ദേവി കടാക്ഷം ഉണ്ടായി. ആശ്രയ സമ്മാന പെരുമഴ കിറ്റില് 1ാം സമ്മാനമായി കൊടുക്കുന്നത് എന്താണെന്ന് അറിയാം? ഇല്ല. 1950 സ്ക്വയർ ഫീറ്റ് പുതിയ 2 നില വീട്. അല്ല, ഇത് ഭക്തര് വരുമ്പോഴത്തേക്ക് അവർക്ക് എങ്ങനെയാണ് ഇതിന്റെ അകത്ത് എന്തെങ്കിലും കൂപ്പണോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ആശ്രയ സമ്മാന പരിപാടിയിൽ ഒരു കൂപ്പൺ ഉണ്ട്, നോക്ക്. ഓ, ഡൊണേഷൻ കൂപ്പൺ, ആശ്രയ സമ്മാന പെരുമിഴ, വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ്. അതെ, ഇതിലാണ് സമ്മാനം ഒളിഞ്ഞു കിടക്കുന്നത്.
ഓ ഇതിൽ അവര് കൃത്യമായിട്ട് ടോക്കൺ നമ്പറും എഴുതിയിട്ടുണ്ട്. ഒന്നാം സമ്മാനം 1950 സ്ക്വയർ ഫീറ്റ് ഇരുനില വീടാണ്. ഓ അപ്പം നമ്മൾ 500 രൂപയ്ക്ക് ഒരു ചോപ്പറും കിട്ടും, അതിനോടൊപ്പം 1900 അല്ല സ്ക്വയർ ഫീറ്റ് ഇരുനില വീടുമാണല്ലേ സമ്മാനമായിട്ട്. 500 രൂപ തരണ്ട. 500 രൂപ വേണ്ടേ? വേണ്ട, 499 രൂപ തന്നാ മതി. കാരണം അതിലും വേറൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത ഇതാ നോക്കൂ. 499 രൂപയ്ക്ക് അത് എങ്ങനെ മുതലാകും? നോക്കൂ, ഇതിലെ MRP എത്രയും നോക്കൂ. 650 മില്ലിയാണ് ഓൾറെഡി. നോക്കൂ എത്രയാ. 650 മില്ലിക്ക് 499 രൂപ. അതെ, അപ്പം 1 രൂപ പോലും നഷ്ടപ്പെടത്തില്ല. അത് ശരിയാണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു പൈസ ഇതല്ലാതെ ഭാഗ്യശാലിക്ക് ഇരുനില വീടാണല്ലോ സമ്മാനമായിട്ട് ലഭിക്കുന്നത്. അപ്പൊ ഇരുനില വീട് മാത്രമല്ല, ഇനിയുണ്ടോ ഇന്നോവ കാറ്. ആ വീടിന്റെ ഉടയൻ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഇന്നോവ കാറ് രണ്ടാം സമ്മാനം. മൂന്നാം സമ്മാനമായിട്ട് ഒരു ഓൾട്ടോ കാർ, അതും അദ്ദേഹം പഴയതാണ് കൊടുക്കുന്നത്. തീർന്നില്ല. നാലാം സമ്മാനം പുതിയ സ്കൂട്ടറാണ്. സമ്മാനം തീർന്നില്ല, സമ്മാനം ഇനിയുണ്ടോ? 10 പേർക്ക് ഗോൾഡ് കോയിന്. അയ്യോ, അപ്പൊ ഇതില് നമുക്ക് എന്തായാലും ഈ ഒരു പദ്ധതിയിൽ ചേരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അടുത്തത് തീർന്നില്ല. 25 പേർക്ക് സീലിംഗ് ഫാനാണ്. ഈ ചൂട് കാലത്ത് 25 പേർക്കാണ് സീലിംഗ് ഫാൻ കൊടുക്കുന്നത്. അല്ല, അപ്പം ഇത് ഒരു കണക്കിന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു നഷ്ടവുമില്ല. ഈ കൂപ്പൺ എടുക്കുന്ന ആർക്കും ഒരു നഷ്ടവും വരാതെയാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ പദ്ധതിയിലും ഈ ഗിഫ്റ്റ് പദ്ധതിയിലൂടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ജൂൺ 20-ാം തീയതി, വളരെ ദിവസങ്ങളില്ലെങ്കിൽ ജൂൺ 20-ന്, അതേപോലെ കണ്ടില്ലേ, ഇതേപോലെ നിറയെ പാക്കറ്റാണ് നമുക്ക് ഡെയിലി ഇവിടെ പാക്ക് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നത്. കാരണം ഈ ആശ്രയ സമ്മാന പെരുമഴ ജനങ്ങൾ അംഗീകരിച്ചു എന്നതിനുള്ള തെളിവാണ്. അതായത് കണ്ടില്ലേ, ഈ വീഡിയോ കാണുന്നവരും ഇത് ഏറ്റെടുക്കുക. നിങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് ഈ ഒരു പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോവുക. അതെ, നിങ്ങൾ നൽകുന്ന ഓരോ 499 രൂപയും ഓരോരുത്തരുടെ കുടുംബം മുന്നോട്ടുള്ള ജൈത്ര യാത്രയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മ വെച്ചോളൂ.